എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂവിലും എൻ്റെ ദൈവം വാഴുന്നു. എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂവിലും എൻ്റെ ദൈവം വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു. രാജാതിരാജാവായി വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു. രാജാതിരാജാവായി വാഴുന്നു. എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂവിലും എൻ്റെ ദൈവം വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിലും എൻ്റെ ദൈവം വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിലും എൻ്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എൻ്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എൻ്റെ ദൈവം വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു. രാജാതിരാജാവായി വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു. രാജാതിരാജാവായി വാഴുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അനുദിന വചനം, ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ്. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാം തിരുവചനം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 9. Blessed are the peacemakers, for they shall be called the children of God. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആമേൻ. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് തന്ന ഈ പുതിയ ദിനത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങി, അവിടുത്തെ തിരുകരം ഞങ്ങളെ താങ്ങിയതിനാൽ ആരോഗ്യത്തോടെ പ്രാകാരങ്ങൾക്ക് വീണ്ടും കടന്നു വരുവാൻ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുത്തെ തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ സമാധാന പ്രഭു ജനിച്ചപ്പോൾ സ്വർഗീയ ദൂതർ പാടിയത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്നല്ല, അങ്ങനെ വചനമില്ല. വചനത്തിൽ പറയുന്നത് ദൈവപ്രസാദം ഉള്ളവർക്ക് സമാധാനം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ സമാധാനകാംക്ഷികളാണ്. എല്ലാവരോടും സമാധാനം ആചരിക്കുന്നവരാണ്. എന്നാൽ ഞങ്ങൾക്ക് കർത്താവിനെ കാണണ്ട എന്ന് ഹൃദയം കൊണ്ട് തീരുമാനിച്ചിട്ടുള്ള കുറേ പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാ സ്ഥലത്തും കയറി പ്രശ്നം ഉണ്ടാക്കും, സ്ഥാനത്തും അസ്ഥാനത്തും കയറി പ്രശ്നം ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാരുമല്ല, പുത്രികളുമല്ല. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും നേരെ നോക്കി പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ മുഖത്ത് നോക്കി പറയുകയാണ്, മകനെ മകളെ, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ.
ഈ വീണ്ടെടുപ്പുകാരനായ കർത്താവ് രണ്ടാമത് വരാൻ ഇനി അധികം സമയമില്ല. ഇപ്പോഴും ശത്രുക്കളെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുന്ന വ്യക്തികളുണ്ട്. ശത്രുക്കളെ, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ആഗ്രഹിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെ ആകും. നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അപ്പൊ ദൈവത്തിന്റെ പുത്രന്മാരാകാനും പുത്രിമാരാകാനുമുള്ള ടിപ്പാണ് കർത്താവ് ഇപ്പൊ പറഞ്ഞത്. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ആ ശത്രുക്കളെയും തേടി നീ പുറത്തെങ്ങും പോകണ്ട, നിന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. നിന്റെ കുടുംബത്തിലെ ശത്രു ആരാണെന്നുള്ളത് ആ നെഞ്ചത്ത് കൈവച്ച് തന്നെത്താനൊന്ന് ശോധന ചെയ്യേ. ഒരുപക്ഷെ നീ തന്നെ ആയിരിക്കും നിന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ ശത്രു. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ. നിന്നെ തന്നെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കാനാ പറഞ്ഞു. അപ്പൊ നീ കുടുംബത്തിൽ ഒരു ശത്രുവാണെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് നിന്നെ തന്നെ സ്നേഹിക്കാൻ അറിയത്തില്ല, കഴിയത്തില്ല, അതിന് ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ ശത്രുക്കൾ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നീ നിന്നെ തന്നെ സ്നേഹിക്കണം. കർത്താവിന്റെ ഈ കൽപ്പന എത്ര പേര് അനുസരിക്കുന്നുണ്ട്? കർത്താവിന്റെ വരവ് അടുക്കുംതോറും ശത്രുക്കൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ശത്രുക്കളെ സ്നേഹിക്കാനും ആ ശത്രുക്കൾക്ക് വേണ്ടി നന്മ ചെയ്യുവാനാണ് കർത്താവ് പറയുന്നത്. ശത്രുക്കളല്ലാത്തവർക്ക് നന്മ ചെയ്യാനായിട്ട് കൈ പൊങ്ങുന്നില്ല, കൈ നീളുന്നില്ല. പിന്നെയാണോ ശത്രുക്കൾക്ക്? ഇങ്ങനെയുള്ള തട്ടാമുട്ടി ന്യായമല്ല ഉള്ളിൽ കിടക്കുന്നത്. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. അനുസരിച്ചാൽ അനുഗ്രഹം, ഒന്നും പകരം ആഗ്രഹിക്കാതെ കടം കൊടുപ്പിൻ. സ്തോത്രം. അവിടെയും പുറകോട്ട് തിരിഞ്ഞു പോകുന്നവരുണ്ട്. ഒന്നും പകരം ഇച്ഛിക്കാതെ ആഗ്രഹിക്കാതെ കടം കൊടുപ്പിൻ. ഇത് കടം ചോദിക്കാനാണ് ഇങ്ങോട്ട് വരണ്ട. ചില കടകൾ എഴുതി വെച്ചിട്ടല്ലേ കടം പറയരുത്, കടം ചോദിക്കരുത്. സ്തോത്രം. പക്ഷെ ദൈവമക്കളുടെ ഇടയിൽ അപ്രകാരം ഒരു ബോർഡ് തൂക്കരുത്. ഒന്നും ഇച്ഛിക്കാതെ ആഗ്രഹിക്കാതെ കടം കൊടുക്കുവിൻ. കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞതനുസരിച്ചാൽ സ്തോത്രം, നീ പങ്കുവെക്കുന്നതിന്റെ ഡബിളായിട്ട് കർത്താവ് അത് തന്നിരിക്കും. സ്തോത്രം. അതൊരു ബിസിനസ് ആക്കരുത്. എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. നോക്കിക്കേ, കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞില്ലേ? കർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങൾ അനുസരിച്ചാൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകും. അതിനുശേഷം അടുത്ത സെന്റൻസ് കർത്താവ് പറയുകയാണ്, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. ഇപ്പൊ ഭൂമിയിലെ അന്തപ്പന്റെ മക്കളാ, ഇപ്പൊ ഭൂമിയിലെ ലൂക്കാച്ചന്റെ മക്കളാ, ഇപ്പൊ ഭൂമിയിലെ ജോസഫിന്റെ മക്കളാ. അത്യുന്നതന്റെ മക്കളുടെ ലക്ഷണം വേറെയാ. കാരണം അപ്പന്റെ ഒരു ഗുണം താഴെ പറയുന്നുണ്ട്, അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അപ്പോൾ സ്വർഗീയ അപ്പന്റെ ഗുണം കാണിക്കണോ? അത് ജന്മം നൽകിയ അപ്പന്റെ ഗുണം കാണിക്കണം. ദൈവത്തിന്റെ സന്തതികൾ ദൈവത്തെ അനുസരിക്കുകയും. റോമാലേഖനം 8:14 പറയുകയാണ്, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. സമാധാന പാലകർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അപ്രകാരമല്ല പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, സമാധാനം ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഒന്ന് ചുറ്റിനും നോക്കിയാൽ മതി. ഇന്ന് കുടുംബത്തിലും കൂട്ടായ്മയിൽ നടക്കുന്ന വിഷയം എന്ന് എടുത്തു നോക്കിയാൽ മതി. ഇത് ആരൊക്കെയാണ് ദൈവത്തിന്റെ മക്കളെന്നും ആരൊക്കെയാണ് പിശാചിന്റെ മക്കളെന്നും വ്യക്തമാണ്. ദൈവാത്മാവ് നടത്തുന്നവർ, പരിശുദ്ധാത്മാവിനെ പ്രേരിത്, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം സ്വീകരിച്ച് ജീവിതം നയിക്കുന്ന വ്യക്തികളുണ്ട്. അവർ സമാധാന പാലകരാണ്. അവരെവിടെ ചെന്നാലും സമാധാനം ഉണ്ടാക്കും. അങ്ങനെയുള്ളവരുടെ സ്തോത്രം കൂട്ടായ്മയിൽ പോകുന്നത് വളരെ സന്തോഷമാണ്. സ്തോത്രം. അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയിൽ ഹല്ലേലൂയ, ആ കൂട്ടായ്മയിൽ വരുന്നവരെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ മുഖത്ത് നോക്കുമ്പം ഒരു സന്തോഷം ഉണ്ടാവും. സ്തോത്രം. അതുകൊണ്ട് അക്ഷേസൊക്കെ അവരുടെ മുഖം വളരെ പ്രസന്നമായിട്ട് തന്നെ ഇരിക്കണം. അത് എന്തെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്ത് ഉണ്ടാക്കാനല്ല. ഇറ്റ് ഷുഡ് കം ഫ്രം വിതിൻ യുവർ ഹാർട്ട്. കാരണം എന്താണെന്നറിയാം, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ കാണുവിൻ, നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ് പോലും. ദൈവാത്മാവ് നടത്തണം. ദൈവാത്മാവ് നടത്തുന്നവർ. അപ്പൊ ദൈവാത്മാവ് നടത്തണമെങ്കിൽ ദൈവത്തെ അനുസരിക്കണം. പരിശുദ്ധാത്മാവ് ദൈവത്തെ അനുസരിക്കണം. അവർ സമാധാന പാലകരായിരിക്കും. റോമാലേഖനം 12:18 പറയുകയാണ്, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. അല്ലേ? പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വന്ന് കെഞ്ചുന്ന പോലെ തോന്നുന്നു. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിപ്പിൻ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് പറഞ്ഞ അഭിപ്രായമാണെന്ന് പറയുന്ന മാന്യന്മാർ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ പൗലോസിന്റെ അഭിപ്രായമാണ്. ഈ ലേഖനങ്ങളൊക്കെ എന്ന് പറയുന്നത് ദൈവവചനം അല്ലെന്നേ.
അത് പൗലോസിന്റെ ഒപ്പീനിയനാണ് എന്ന് പഠിപ്പിക്കുന്ന വെളുത്ത പിശാചുകൾ ഈ ഭൂമിയിലുണ്ട്. സ്തോത്രം. ചിലർക്ക് പുതിയ നിയമം മാത്രം മതി, പഴയ നിയമം വേണ്ട. ചിലർക്ക് പഴയ നിയമമേ തലേ കയറുള്ളൂ, പുതിയ നിയമം അവർക്ക് വേണ്ട. ഇങ്ങനെയുള്ള മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, പഴയ നിയമത്തിൽ സംസാരിക്കുന്ന അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലും സംസാരിക്കുന്നത്. പുതിയ നിയമത്തിൽ സംസാരിക്കുന്ന ദൈവം തന്നെയാണ് പഴയ നിയമത്തിലും സംസാരിച്ചത്. കർത്താവ് വന്നതാ നീക്കിക്കളയാനുള്ള അതിൻ്റെ പൂർത്തീകരണത്തിനാ വന്നേ. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിപ്പിൻ. ഈ വചനം ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇന്ന് പല പള്ളികളും പൂട്ടിയിടത്തില്ലായിരുന്നല്ലോ, പല സഭകളും പൂട്ടിയിടത്തില്ലായിരുന്നല്ലോ. സ്തോത്രം. ഇന്ന് പൂട്ടിയിട്ട് പോലീസ് കാവൽ നിൽക്കുക. സ്തോത്രം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഹൃദയത്തിൽ ഇരിക്കുന്നത് ആരാണെന്ന് ചിന്തിച്ചു നോക്ക്. കൊളോസ്യ ലേഖനം 3:13 പറയുകയാണ്, അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവൻ. എങ്ങനെ? അന്യോന്യം പൊറുക്കുകയും. ശരിക്കും പൊറുത്തിട്ടുണ്ടോ? ഞാൻ അത്ര പെട്ടെന്നൊന്നും ക്ഷമിക്കത്തില്ല. ക്ഷമിക്കാൻ ഞാൻ കർത്താവും അല്ല. ഇതെല്ലാം എൻ്റെ ഈ നെഞ്ചാങ്കൊട്ടെ കിടപ്പുണ്ട്, എന്ന് വെച്ചാൽ ഹൃദയത്തിൽ കിടപ്പെട്ടത്. ഞാനങ്ങനെ, എനിക്കും എൻ്റെ സമയം വരും, അപ്പോൾ ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യുമെന്ന്. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ആൾക്കാരെ ഞാൻ ഈ പറഞ്ഞ വാക്കിലൂടെ വെളിപ്പെടുകയാണ്. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ. വഴക്കല്ലേ ഉള്ളു. 2 or 3 പേർ കർത്താവിന്റെ നാമത്തിൽ എവിടെ കൂടി വരുന്ന അവിടെ വഴക്കാണോ സമാധാനമാണോ? കർത്താവിന്റെ നാമത്തിൽ കൂടി വന്നാൽ അവിടെ സമാധാനമായിരിക്കും. പക്ഷേ ഒനീഡ ടിവിയിലെ പരസ്യക്കാരന്റെ നാമത്തിലാണ് കൂടുന്നെങ്കിൽ അടിച്ച് പെറിഞ്ചി. ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. അങ്ങനെ ക്ഷമിച്ചിരുന്നെങ്കിൽ വക്കീലന്മാർ വിശ്വാസികളെ കൊണ്ട് കോടീശ്വരന്മാരാകുവോ? കേസ് നടത്തണമെങ്കിൽ കോടികൾ മുടക്കി കേസ് നടത്തുന്ന ഞങ്ങളൊക്കെ വലിയ ആൾക്കാരാണെന്ന് പറയുന്നവർ ഈ ഭൂമിയിലുണ്ടെന്നേ. അപ്പൊ കർത്താവ് നിന്നെ വിളിച്ചത് കേസ് നടത്താനല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ വന്നപ്പോ വല്ലതും കൈ പിടിച്ചോണ്ട് വന്നോ? പോകുമ്പോ വല്ലതും എടുത്തോണ്ട് പോവോ? ഒരു തരി മണ്ണ് പോലും കൊണ്ടുപോകത്തില്ലല്ലേ? ഇനി വായിൽ സ്വർണം കെട്ടിച്ച പല്ലാണെങ്കിൽ പോലും അത് അടിച്ചു മാറ്റിയിട്ടേ വിടുകയുള്ളൂ. നമ്മളൊക്കെ എത്ര വിഡ്ഢികളാ അല്ലേ? നമ്മുടെ അവസ്ഥ ഏത് മനുഷ്യനും നിവർന്നു നിന്നാൽ ഒരു ശ്വാസം അത്രേ. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവൻ. ഇന്ന് ഈ ഒരു കാര്യം മാത്രം നടന്നിട്ടില്ല. കഴിഞ്ഞ കൊല്ലം നടന്ന അതേ വഴക്കിന്റെ സ്പിരിറ്റ് ആ സമയമാകുമ്പോൾ ഒന്നുകൂടി പൊടികൊട്ടി എടുത്തിട്ട് ഒരു പുതിയ കേസുണ്ടാക്കിയാണ്. കർത്താവ് പറഞ്ഞെന്താ? വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവൻ. എങ്ങനെ? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവൻ. കർത്താവ് എങ്ങനെയാണ് ക്ഷമിച്ചതെന്ന് കർത്താവിനോട് ചോദിച്ചാൽ നമ്മളെ അങ്ങ് കാൽവരി മല കൊണ്ടുപോയിട്ട് കർത്താവ് കാണിച്ചു തരും. Look at the cross and look at me. Do you see the wounds? ക്രൂശിൽ തറക്കപ്പെട്ട് കുരിശിൽ മരിച്ചുകൊണ്ടാണ് എനിക്കും നിനക്കും വേണ്ടി കർത്താവ് ക്ഷമിച്ചത്, നമ്മളോട് ക്ഷമിച്ചത്. അങ്ങനെ പരസ്പരം ക്ഷമിക്കാനാ പറഞ്ഞത്. സാധിക്കുമോ? സാധിക്കില്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെന്നുള്ള പേര് നീ വെട്ട്. കർത്താവിന്റെ പുറകെ പോകരുത്. ലൂസിഫർ പോലും നിന്നെ എടുക്കത്തില്ല. പിന്നെ നിനക്ക് വേണ്ടി ഒരു സഭയൊക്കെ ഉണ്ടാക്കി ജീവിക്ക്. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനം 3:16, ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്ടപ്രവൃത്തിയും ഉണ്ട്. വളരെ വ്യക്തമല്ലേ? ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തികളും ഉണ്ട്. നമ്മളോട് സംസാരിച്ച ആ വചനം ഒന്നുകൂടി ഹൃദയത്തിലേക്ക് ഇറക്കുക. ഈർഷ്യയും ശാഠ്യവുമുള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിൽ നിന്ന്, കൂട്ടായ്മകളിൽ നിന്ന്, ഹൃദയങ്ങളിൽ നിന്ന് അത്തരത്തിലെ ദുഷ്ടന്റെ പ്രവൃത്തികൾ വിട്ടുമാറട്ടെ, ഇറങ്ങിപ്പോട്ടെ. സ്തോത്രം. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആ ഭാഗ്യാവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ ദൈവത്തിന്റെ മകനും മകളുമാണ്. മറന്നുപോകരുത്. മലയിലെ പ്രസംഗത്തിന്റെ ആ സാരാംശം ദൈവരാജ്യത്തിന്റെ സ്റ്റൈലാണത്. ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമാണത്. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആരെങ്കിലും സമാധാനം പങ്കുവയ്ക്കാനായിട്ട്, വഴക്ക് പറഞ്ഞു തീർക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ കുടുംബത്തിൽ വരുന്നുണ്ടെങ്കിൽ, കൂട്ടായ്മയിൽ വരുന്നുണ്ടെങ്കിൽ, അവനെ കുറുവടിയെടുത്ത് അടിച്ചോടിക്കരുത്. അവൻ വന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ്. പരിശുദ്ധാത്മാവ് ദൈവം അയച്ചിട്ടാണ് അവൻ വന്നത്. സ്തോത്രം.
ഒരു ദൈവപ്രവൃത്തി കുടുംബത്തിൽ നടക്കണമെങ്കിൽ ആദ്യ വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഹൃദയ തുറവിയോടെ സ്വീകരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അവിടെ നൽകിയ ഈ വിശുദ്ധ ദിനത്തിനായി നന്ദി പറയുന്നു. അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പിനായി സ്തോത്രം. സമാധാനമുണ്ടാക്കുവാനായി അവിടെ ഞങ്ങളെ അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ തിരുവചനത്തിലൂടെയാണല്ലോ ഞങ്ങളോട് സംസാരിക്കുന്നത്. തിരുവചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ അത് ഏറ്റെടുത്ത് അനുസരിക്കുന്ന വിശുദ്ധരായി തീരുവാൻ ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ തിരുക്കരങ്ങൾ തരുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാ സംഭവങ്ങളും അവിടുന്ന് അറിയുന്നു. കർത്താവേ, ഞങ്ങൾ ദൈവത്തിൻ്റെ സന്തതികളായി തന്നെ ദേശത്തിന് സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ വയലുകളെ തിരുക്കരങ്ങൾ തരുന്നു. ഞങ്ങളുടെ ഓഫീസുകളെ തിരുക്കരങ്ങൾ തരുന്നു. ഞങ്ങളുടെ ബിസിനസ്സിനെ തിരുക്കരങ്ങൾ തരുന്നു. അവയ്ക്കെല്ലാം അതിരുകളെ വിശാലമാക്കി അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെ ഞങ്ങൾ നയിക്കുന്നതിനായി സ്തോത്രം. അവിടെ തന്നിരിക്കുന്ന എല്ലാ ഭൗതിക നന്മകൾക്കായി സ്തോത്രം. സ്വർഗീയ കൃപാവരങ്ങൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെ, തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ സമാധാന പാലകരായി ദൈവത്തിൻ്റെ സന്തതികളായി ജീവിക്കുവാൻ മക്കളെ സഹായിക്കണം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്നവരെ, സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നവരെ, കരയിലൂടെ യാത്ര ചെയ്യുന്നവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനത്വങ്ങളും അസ്വസ്ഥങ്ങളും ഓരോ മക്കളെയും വിടിപ്പിക്കണമേ. ഞങ്ങൾ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായി അഗ്നിത്തൂണായി തിരുസാന്നിധ്യം കൂടെയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ പാർക്കുന്ന ഓരോ ഭവനത്തിന് ചുറ്റും പരിശുദ്ധ രക്തം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ കൂരമ്പുകളിൽ നിന്ന് നീ ഞങ്ങളെ പൊതിഞ്ഞു കാക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം, പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദി അപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എഴുമടങ്ങു ചൂടായി വരുമ്പോഴും എൻ്റെ ദൈവം വാഴുന്നു. എഴുമടങ്ങു ചൂടായി വരുമ്പോഴും എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിയിൻ നടുവിലും നാലാമനായ യേശു എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിയിൻ നടുവിലും നാലാമനായ യേശു എൻ്റെ ദൈവം വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. ഏകാന്ത തടവിന്റെ പത്മോസിൻ മണ്ണിലും എൻ്റെ ദൈവം വാഴുന്നു. ഏകാന്ത തടവിന്റെ പത്മോസിൻ മണ്ണിലും എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിസമാനമായ കണ്ണുകളോടു കൂടെ എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിസമാനമായ കണ്ണുകളോടു കൂടെ എൻ്റെ ദൈവം വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു.